ആരോരും അറിയാതെ, മാധ്യമങ്ങൾക്ക് പോലും ശ്രദ്ധ നേടാൻ കഴിയാതെ ചെന്നൈയിലെ SFIയുടെ ആസ്ഥാനത്ത് ചെന്നിട്ട് അവര് കാര്യങ്ങൾ പറഞ്ഞു എന്നാണ്. ഇതിപ്പോ അവര് വിളിപ്പിച്ചതാണോ, നേരെ ചെന്ന് കാര്യങ്ങൾ ബോധിപ്പിച്ചതാണോ എന്നറിയാൻ വയ്യ. പക്ഷെ ഇതൊക്കെ എന്തുകൊണ്ടിങ്ങനെ മറച്ചു വെക്കേണ്ടി വരുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമുണ്ട്. ശ്രീരാഞ്ജിതൻ, ഇന്നലെ SF ആസ്ഥാനത്ത് മുഖ്യമന്ത്രി മാത്രം വീണ വിജയൻ ചോദ്യം ചെയ്യാൻ ഹാജരായെന്നൊരു വാർത്തകൾ പറഞ്ഞുണ്ട്. കാരണം മാധ്യമങ്ങൾക്കൊന്നും അറിയാതെ നാട്ടിൻപുറം അതിൽ മുണ്ടിട്ട് ചെന്ന് നമുക്ക് പറയാം. മതിൽ ഇത്തരം ക്രൗഡിൽ വെട്ടിച്ചപ്പോഴും മുഖ്യമന്ത്രി വല്ലപ്പോഴും ഉപയോഗിക്കുന്ന താറിന്റെ ടയർ വരെ മാറ്റിക്കും, ലക്ഷനെ ചെലവാക്കി. അച്ഛനും മതിലും കൂടി ചേർത്ത് ചെയ്യാൻ മണ്ടന്മാരാക്കുകയാണോ? മണ്ടന്മാരെ ആക്കുകയാണോന്നറിയില്ല. അവർ പക്ഷെ ആഡംബരത്തിന്റെയും ദൂരത്തിന്റെയും ഒരു ചിത്രമാണ് ഈ പട്ടിണിപ്പാവങ്ങളുടെ പാർട്ടിയായിട്ടും EMS അറിയപ്പെട്ടത് തൊഴിലാളികളുടെ ദത്തുപുത്രൻ. അപ്പൊ തൊഴിലാളികളുടെ വളർത്തുപുത്രനായിട്ട് വളർന്ന നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ഇപ്പോ കാണിക്കുന്ന ആഡംബരങ്ങൾ ഒരു തൊഴിലാളി പാർട്ടിയുടെ സംസ്കാരത്തിന് ചേരുന്നതാണോ എന്ന് സംശയമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഇന്നോവ ക്രിസ്റ്റി ഉണ്ടായിരുന്നു, അത് പോരാ എന്ന് പറഞ്ഞാണ് കിയോ കാർണിവൽ. ആ കാറിന്റെ വിലയുടെ റേഞ്ച് എന്ന് പറയുന്നത് 33 ലക്ഷം രൂപ മുതൽ 45 ലക്ഷം വരെയാണ്. അപ്പൊ ദുരിതവും കടഭാരവും അനുഭവിക്കുന്ന കേരളത്തിന്റെ മുകളിൽ കൂടി മറ്റൊരു വലിയ ആഡംബര കാറും കൂടെ ചേർത്ത് വെക്കുക. അപ്പൊ അത് പുതിയ കാറാണ്. ആ പുതിയ കാറായിട്ട് അതിന്റെ ടയറുകൾ മാറ്റാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 63,871 രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ സാധാരണ കാറിന്റെ ടയർ മാറ്റാറുള്ളവരാണ്. പഞ്ചറാകുമ്പോഴും അല്ലെങ്കിൽ മറ്റു കുഴപ്പങ്ങൾ സംഭവിക്കുമ്പോഴും ഒക്കെ 2,000, 4,000, 5,000 രൂപയൊക്കെയാണ് നമ്മൾ ചെലവാക്കുന്നത്. ഇത് മുഖ്യമന്ത്രിക്ക് 63,870. നേരത്തെ ഈ പാവങ്ങളുടെ പടത്തലവനായിട്ടുള്ള അവരുടെ മറ്റൊരു മന്ത്രിയും സമാനമായ രീതിയിൽ ടയറിന് വേണ്ടി തുക ചെലവഴിക്കുകയുണ്ടായിട്ടുണ്ട്. മണിയാശൻ പാവങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ടും എപ്പോഴും സംസാരിക്കുന്ന, തൊഴിലാളികൾക്ക് സാധാരണക്കാരന്റെ പക്ഷത്ത് നിന്ന് സംസാരിക്കുന്ന ആള്. പിന്നെ മറ്റൊരു മന്ത്രി 30,000-ത്തിലധികം രൂപ കണ്ണട ചെലവാക്കുക. ഇതിനൊക്കെ പറഞ്ഞിട്ട് ഇവര് പാവങ്ങളുടെ പാർട്ടിയാണ്, പട്ടിണി പാവങ്ങളുടെ പാർട്ടിയാണ്, കേരളമാണ് ദാരിദ്ര്യ മുക്തമാക്കാൻ പോകുന്ന ഒരു സംസ്ഥാനം എന്നൊക്കെ പറയും. അപ്പൊ ദരിദ്രർക്ക് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടി, ചെറുകിട നാമമാത്ര കർഷകർക്ക് വേണ്ടിയുള്ള പാർട്ടിയാണെന്ന് പറയും. ഇവർ ഈ വൻ ആഡംബരം വാഹനത്തിന്റെ, കണ്ണടയുടെ, കാറിന്റെ, ടയറിന്റെ ഒക്കെ കാര്യത്തിൽ കാണിക്കുകയും ചെയ്യുമ്പോൾ അതിനകത്തൊരു വൈരുദ്ധ്യം വരുന്നുണ്ട്. ഈ 63,000 രൂപയാണെങ്കിൽ ഏതാണ്ട് ഓരോ ടയറിന് വേണ്ടി 18,000 രൂപ എന്നുള്ളതാണ്. എങ്കിൽ പിന്നെ എന്തിനാ ഈ പുതിയ കാറ് വാങ്ങിച്ചു? പുതിയ കാറിന് എന്തിനാ ടയർ മാറ്റുന്നത്? ഇതൊന്നും മനസ്സിലാവാത്ത കാര്യം. പോകാറുള്ളത് ഞാനും അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. കിയോ കാർണിവൽ എന്നൊരു കാറ് ഒരു ഫാൻസിക്ക് വേണ്ടി വാങ്ങിച്ചതായിരിക്കാനാണ് സാധ്യത. അപ്പോ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിന് ഇത് ജനങ്ങളുടെ പണം കൊണ്ട് വേണം ഇതൊക്കെ നിറവേറ്റാൻ. സ്വന്തം പണം കണ്ടിപ്പോ അദാനിയൊക്കെ സ്വന്തം കാറിൽ പോകുന്നതിന് മകൾക്ക് മാസം തോറും ഒരു നിശ്ചിത തുക ഒരു സേവനവും കൊടുക്കാതെ തന്നെ കിട്ടുന്നു. ഇങ്ങനെയൊക്കെ ഭാഗ്യം അവരുടെ കുടുംബത്തിന് മാത്രമാകുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു വല്ലാത്ത അസൂയ അവരോട് തോന്നുകയില്ലേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രശ്നം. അതിപ്പോ കൂടാതെ ഇപ്പൊ അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ ചെന്നൈയില് ആരോരും അറിയാതെ, മാധ്യമങ്ങൾക്ക് പോലും ശ്രദ്ധ നേടാൻ കഴിയാതെ ചെന്നൈയിലെ SFIയുടെ ആസ്ഥാനത്ത് ചെന്നിട്ട് അവര് കാര്യങ്ങൾ പറഞ്ഞു എന്നാണ്. ഇതിപ്പോ അവര് വിളിപ്പിച്ചതാണോ, നേരെ ചെന്ന് കാര്യങ്ങൾ ബോധിപ്പിച്ചതാണോ എന്നറിയാൻ വയ്യ. പക്ഷെ ഇതൊക്കെ എന്തുകൊണ്ടിങ്ങനെ മറച്ചു വെക്കേണ്ടി വരുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമുണ്ട്. ഇത് വാർത്ത ആധികാരികമായിട്ട് വളരെ വിശ്വാസയോഗ്യമായിട്ട് കരുതാവുന്ന പത്രങ്ങളിൽ, ഉത്തരവാദിത്തമുള്ള പത്രങ്ങളുടെ വാർത്തയായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിന് നിഷേധം വന്നിട്ടില്ലാത്ത സ്ഥിതിക്ക്, അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യാത്ത സ്ഥിതിക്ക്, അവർക്കെതിരെ ജാമ്യമില്ലാത്ത കേസെടുക്കാതിരിക്കുകയും ചെയ്ത സ്ഥിതിക്ക് അത് സത്യമാണെന്ന് വിശ്വസിക്കാനേ തരമുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു വല്ലാത്ത ഒരു സ്ഥിതിയിലേക്കാണ്, ഒരു വൈരുദ്ധ്യത്തിലേക്കാണ് ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ ഭരണകൂടം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് മാധ്യമങ്ങൾക്ക് പറഞ്ഞ കൂടുതൽ തെളിവുകൾ SFI നൽകിയിട്ടുള്ളതാണ്. ഷോൺ ജോർജിന് കേസെടുത്തിട്ടും ഷോൺ ജോർജ് ഇതുവരെയും ഈ SFIക്കെതിരെ തെളിവ് കൊടുക്കണം. അപ്പൊ ഷോൺ ജോർജ് ഇത് പിന്മാറിയിട്ടില്ലെന്നാണ് അർത്ഥം. പിന്മാറിയിട്ടില്ലെന്ന് മാത്രമല്ല, പൂർവാധികം ശക്തിയായിട്ട് മുന്നോട്ട് വരികയാണ്. കൂടുതൽ തെളിവുകളാണ് ഇപ്പൊ SFIക്ക്
അദ്ദേഹം നൽകിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള തെളിവുകൾ തന്നെ പര്യാപ്തമാണ്. SFI പോലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അന്വേഷണം നടത്താൻ മാത്രം പര്യാപ്തമായ തെളിവുകൾ ഇപ്പോൾ തന്നെ ഉണ്ട്. അതിന്റെ കൂടുതൽ തെളിവുകൾ എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അത് തെളിയിക്കപ്പെടാവുന്ന തെളിവുകൾ തന്നെയായിരിക്കണം. കാരണം അല്ലാതെ ഈ കാനഡയിൽ കമ്പനി ഉണ്ടെന്ന് പറഞ്ഞതുപോലെ തെളിവുകളില്ലാത്ത തെളിവുകൾ, അടിസ്ഥാനമില്ലാത്ത തെളിവുകൾ നൽകാൻ ഒരു സാധ്യതയും കാണുന്നില്ല. കാരണം കുറച്ചുകൂടെ ശ്രദ്ധിച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യുമല്ലോ. അപ്പൊ ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഈ നടപടികൾ പ്രതീക്ഷിച്ചു തന്നെ വളരെ ദൃഢനിശ്ചയത്തോടു കൂടി തന്നെയാണ് ഓരോ ചുവടും ഷോൺ ജോർജ് വയ്ക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ, ആദ്യം പറഞ്ഞതുപോലെ തന്നെ, മഞ്ഞുമലയുടെ ഒരു ചെറിയ ഉപരിതലത്തിന്റെ ഒരു ഭാഗം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. വളരെ ആഴത്തിലുള്ള ഒരു ഫ്രോഡിന്റെ, ഒരു സത്യസന്ധമല്ലാത്ത പ്രവർത്തനത്തിന്റെ ഒരു വലിയ ഒന്നിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത്. എന്തെല്ലാമോ നാം അറിയാതെ, ജനങ്ങൾ അറിയാതെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒരു ജനാധിപത്യത്തിന് അതൊരിക്കലും ഭൂഷണമല്ല. എല്ലാം വളരെ സുതാര്യ ജലം പോലെ കാണത്തക്ക ഒരു ഭരണമാണ് ജനാധിപത്യത്തിൽ നമ്മളിത് പ്രതീക്ഷിക്കുന്നു. അതാണല്ലോ വിവരാവകാശ നിയമവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ജനങ്ങളുടെ പ്രതിനിധികളായിട്ടാണ് ഇവർ ഭരിക്കുന്നത്. ജനങ്ങളാണ് ഭരിക്കുന്നത്. ജനങ്ങളാണ് പരമാധികാരികൾ. ഈവൻ സുപ്രീം കോടതിക്ക് പോലും മുകളിലുള്ള ഭരണാധികാരികൾ എന്ന് പറയുന്നത് സുപ്രീം കോടതി വേണോ, ഏത് കോടതി വേണമെന്ന് തീരുമാനിക്കുന്ന ഇന്നാട്ടിലെ ജനങ്ങളാണ്. അപ്പോ ജനങ്ങളുടെ യജമാനന്മാരല്ല, അവരുടെ സേവകന്മാരാണ് ഭരണത്തിലിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല തോന്നുക. ജനങ്ങളെ ഒന്നും അറിയിക്കാത്ത പണ്ട് രാജഭരണകാലത്തെ പോലെ കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ വരുതിയിലല്ലാതെ അറിവിലുമല്ലാതെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പൊതുമണ്ഡലത്തിൽ അറിയേണ്ട കാര്യങ്ങളൊന്നും തീർച്ചയായിട്ടും ശരിയാണ്. സ്വകാര്യമായിട്ട് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, ആ സ്വകാര്യത ഉണ്ടാവണം. മുഖ്യമന്ത്രി ആയാലും അതുപോലെ തന്നെ കുടുംബമായാലും ഇല്ല, അതിലേക്കൊന്നും കടന്നു കയറേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതൊരു പൊതുമുതലിന്റെ ഒരു ഇൻവോൾവ്മെന്റ് വന്നിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടും ഒരു പൊതു താല്പര്യമുള്ള കാര്യം ആയതുകൊണ്ടും ഇതിന്റെ എല്ലാ വസ്തുതകളും പുറത്തു വരേണ്ടതാണ്. ഇങ്ങനെ ഷോൺ ജോർജ് മാത്രം അറിയേണ്ട കാര്യങ്ങളല്ല, കേരളത്തിലെ എല്ലാ ജനങ്ങളും അറിയേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. സ്വർണപാത്രം കൊണ്ട് സത്യം മൂടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഋഷിപ്രോക്തമായിട്ടുള്ള വാക്യമാണ് നമുക്കിവിടെ ഓർമ്മ വരുന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭൂഷണമായിട്ടുള്ള കാര്യമല്ല. ഈ കാര്യത്തിലൊക്കെ ഇത് ജനങ്ങളെ അറിയിക്കാനുള്ള ഒരു ബാധ്യത സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്ന മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും എല്ലാം ഉള്ളതാണ്. ഇപ്പൊ ജനങ്ങൾ ഇരുട്ടിൽ തപ്പുകയാണ്. ആ ഒരു സ്ഥിതി ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അതാണിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ആകെ തന്നെ അപമാനകരവും അതുപോലെ തന്നെ മറുപടി പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് ആ പാർട്ടിയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടി. പറയുന്നതൊക്കെ ന്യായീകരണ തൊഴിലാളികൾ പറയുന്നതൊന്നും യുക്തിഭദ്രമായിട്ടുള്ള അന്വേഷണം ഏത് രീതിയിലേക്ക് മുന്നോട്ട് ചോദ്യം ചെയ്യുന്ന വാർത്തകൾ പുറത്തു വന്നു. അതെ അതെ, ചോദ്യം ചെയ്യലിന്റെ ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ നൽകാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ കർണാടക ഹൈക്കോടതിയിലും അതുപോലെ തന്നെ KSIDC വഴി കേരള ഹൈക്കോടതിയിലും സമീപിച്ചിരുന്നത്. അപ്പോ തൃപ്തികരമായിട്ടുള്ള ഉത്തരം ഇല്ലാത്തത് കൊണ്ടാണ്. ഉണ്ടെങ്കിൽ പിന്നെ അവിടെ കോടതിയിൽ പോയിട്ട് വക്കീലിന് കാശ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ തൃപ്തികരമായിരിക്കില്ല ഒരു കാരണവശാലും ഉത്തരം. പിന്നെ ഇവിടെ ഇപ്പോൾ SFI എന്ന് പറയുന്നത് സാവകാശം ഇതെല്ലാം പഠിച്ച് നടപടി എടുക്കൂ. തിരക്ക് പിടിച്ചിട്ട് കാര്യമില്ല. നടപടികൾ തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ വളരെ സാവകാശത്തിൽ ശ്രദ്ധിച്ച് മാത്രമേ അവർ ഓരോ സ്റ്റെപ്പും എടുക്കാൻ സാധ്യതയുള്ളൂ. സഹാറയുടെ കാര്യങ്ങളിൽ തന്നെ ഏതാണ്ട് 8-9 വർഷം എടുത്തതിന് ശേഷമാണ് നടപടി ഉണ്ടായത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം. പെട്ടെന്ന് എടുത്തിയാടിയ ഒരു നടപടിക്ക് പോകും എന്ന് നമ്മൾ ഒരു കാരണവശാലും ഊഹിക്കേണ്ടതില്ല. പെട്ടെന്നൊരു നടപടി, ഇപ്പൊ നാളെ അറസ്റ്റ്, അങ്ങനെയുള്ളൊരു രീതിയിലേക്ക് പോകുന്ന ഒരു ശൈലി SFIക്കില്ല. ഇതേക്കുറിച്ചൊക്കെ ശരിയായിട്ട് പിന്തുടർന്നു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 2020 തുടങ്ങിയ ഒരു അന്വേഷണമാണ്. ഇതിപ്പോ 2023 ആയിരിക്കും. അപ്പൊ ഇപ്പൊ കൂടുതൽ തെളിവുകളായിട്ടിരിക്കും. ആ തെളിവുകളിൽ മേലും കൂടുതൽ ഫോളോ അപ്സ് ഉണ്ടാവും. അതിനുശേഷം മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു നടപടികളിലേക്ക് പോവുകയുള്ളൂ. വളരെ വ്യക്തമായിട്ടുള്ള, വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ നടപടികളിലേക്ക് പോവുകയുള്ളൂ. പക്ഷെ ഇപ്പോ നമുക്ക് കിട്ടുന്ന വിവരങ്ങളെല്ലാം തെളിയിക്കുന്നത് തീർച്ചയായിട്ടും ആ തരത്തിലുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസ്, അതായത് മൂർത്തമായിട്ടുള്ള തെളിവുകൾ SFI ഇതിനോടകം അവർക്ക് കിട്ടിയിരിക്കുന്നു. എന്ന ഈ പ്രതിഭാഗത്ത് നിന്ന് കിട്ടിയിരിക്കുന്ന ഉത്തരങ്ങൾ അത്ര തൃപ്തികരമല്ല എന്നുമാണ്
നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് എങ്ങോട്ടപ്പോ ഏത് ദിശയിലേക്കാണ് ഇത് പോകുന്നത് എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു ദിശാസൂചി തന്നെയാണ് ഇത്. ചോദ്യം ചെയ്യലിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അറിയാം ഈ കേസ് ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു. നന്ദി ശ്രീ രാജേന്ദ്രൻ. ശരി, ഓക്കെ.